ആരാ സാലിഹ എന്നറിയോ? 2 റമളാനുകൾക്ക് മുമ്പ് ഒരു 27 രാവിലെ അന്ന് പത്രത്തിൽ നമ്മൾ വായിച്ചതാ. കോഴിക്കോട് ജില്ലയിലെ സാലിഹ എന്ന് പറയുന്ന 11 വയസ്സുകാരെ, അവരുടെ അനിയത്തി 7 വയസ്സുള്ള സുമയ്യ എന്ന പെണ്ണ് വാപ്പ മരണപ്പെട്ടു പോയി. ഉമ്മ ഏതെങ്കിലും വീട്ടിൽ പോയി അടുക്കള ജോലി ചെയ്തിട്ടാ അവരുടെ ഭക്ഷണത്തിലുള്ള വക കണ്ടെത്തുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന ഈ കാസർഗോഡ് പ്രിയപ്പെട്ട പെങ്ങളെ, അവസാനമാ പാവപ്പെട്ട സാലിഹയുടെ ഉമ്മ കുറെ നാളുകളായി പരിപാലിച്ചിട്ട് ഹോസ്പിറ്റലിലായി 10-15 ദിവസം പകർച്ചപ്പനി ബാധിച്ചു കിടക്കുമ്പോ ഉമ്മ ജോലിക്ക് പോകുന്നില്ല. 15 ദിവസങ്ങളായി ആ പൊന്നുമക്കൾക്ക് തിന്നാൻ ഒരു നേരത്തെ ഭക്ഷണമില്ല. അവർക്ക് ഉമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസയില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ ഒരു നേരത്തെ മരുന്ന് വാങ്ങി കൊടുക്കാൻ ഉമ്മാക്ക് ഒരു നേരത്തെ ആരം കൊടുക്കാൻ പോലും സുമയ്യ എന്ന 11 വയസ്സുകാരിയുടെ കയ്യിലില്ല. റമളാൻ 27 അന്ന് എല്ലാവരും സദഖ കൊടുക്കുന്നതിന്റെ അന്ന് റമളാൻ മാസത്തില് പൊരിവയിലേറ്റ് പടിമുറ്റത്ത് കാത്തു കിടക്കുന്ന പട്ടിണി പാവങ്ങളുടെ നേരെ 10 രൂപ വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് സക്കാത്ത് കൊടുക്കുന്ന സമുദായം ആക്രോശിക്കുന്ന ദിവസം. സഹോദരങ്ങളെ, ദിവസങ്ങളായി സാലിഹയും സുമയ്യയും ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ സ്കൂളിലോട്ട് പോകാൻ സ്കൂൾ ഭാഗം തൂക്കി പോകുമ്പോ സ്കൂളിലേക്ക് 1.5 കിലോമീറ്റർ നടന്നു പോകണം. നടക്കുന്നതിനിടയിൽ സുമയ്യ എന്ന 7 വയസ്സുകാരി പറഞ്ഞു ഇത്താത്തയോട്, സാലിഹയോട്, ഇത്താ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, എന്റെ കാല് തളരുകയാണ്, എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ഒന്ന് കേക്ക് സഹോദരങ്ങളെ, കരയുന്ന കൽബ് കാണാൻ കഴിയുന്നവരോട്, കണ്ണുനീരിന് നിറ വ്യത്യാസമില്ലെന്ന് തിരിച്ചറിയാൻ കഴിയുന്നവരോട് ഉത്തമ സമുദായത്തിന്റെ കഥയാണ് പറയുന്നത്. കേരള സംസ്ഥാനത്തിലെ ഏറ്റവും ചെലവുള്ള വീട് ആരുടെ എന്നറിയോ? എറണാകുളം ജില്ലയിൽ 40 കോടി രൂപ ചെലവഴിച്ചിട്ട് വീടാരുടേടാ? അത് നമ്മുടെ സ്വന്തം സമുദായത്തിന്റെ അക്കൗണ്ടിന്റെ പേരിലല്ലയോ? ലോകത്ത് നമ്മുടെ സമുദായം ആർഭാടത്തിന്റെ പുറകെ കുതിച്ചു പോകുമ്പോ, കോടികൾ കയ്യിലിട്ട് പകിട് കളിക്കുമ്പോ 7 വയസ്സുകാരി സാലിഹ സുമയ്യ കയ്യിൽ പിടിച്ചിട്ട് നടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോ, ദിവസങ്ങളായി ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാറില്ലാതെ പാവപ്പെട്ട സാലിഹ എന്ന് പറയുന്ന സുമയ്യ എന്ന അനിയത്തിയുടെ കരച്ചിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അനിയത്തിയുടെ കൈ പിടിച്ചുകൊണ്ട് സ്കൂളിലോട്ട് നടക്കുകയാ. പൊന്നു സഹോദര, നമുക്കത് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. രാവിലെ 7 മണിയാകുമ്പോ ബൂസ്റ്റ് കൊടുത്ത്, കോംപ്ലാനം കൊടുത്ത്, യൂണിഫോം കൊടുത്ത്, കുടിക്കാനുള്ള കടിക്കാനുള്ള പോഷകാഹാരം പാത്രത്തിലടച്ച് കയ്യിൽ സ്വർണ്ണവളയുമിട്ട് സ്വർണ്ണവളയുമിട്ട് സ്കൂൾ ബസ്സിൽ ഒരു മാസം 5000 രൂപ ഫീസും കൊടുത്ത് നമ്മുടെ മക്കൾ AC റൂമിൽ നിന്നിറങ്ങി കോൺവെന്റ് ഉള്ളിലോട്ട് പോകുമ്പോ നമുക്കതിന്റെ കട്ടപ്പാടറിയില്ല. സുമയ്യ കരയുകയാണ്. 7 വയസ്സുകാരി പൊന്നുമോൾ സ്കൂളിലോട്ട് പോകുന്ന വഴി കടിക്കാടില്ലാതെ വിശന്നിട്ട്, അങ്ങനെ വിശന്ന് വരയുമ്പോ നടന്നു പോകുന്ന വഴിയിൽ ഒരു ചെറിയ മരം കണ്ടു. ആ മരത്തിൽ ഒരു ചെറിയ പഴം കണ്ടു. സുമയ്യ പൊട്ടി കരയാൻ തുടങ്ങി. താത്ത, ആ പഴമെങ്കിലും പറിച്ചിട്ട് നിൽക്കുക, എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. 7 വയസ്സുകാരി ശാഠ്യം പിടിക്കാൻ തുടങ്ങി. 11 വയസ്സുള്ള പെങ്ങൾ എന്താ ചെയ്യുക? അടുത്തിരുന്ന ഒരു കമ്പെടുത്തിട്ട് 2 പഴം അടിച്ച് താഴെയിട്ടു. ഒരെണ്ണം പൊട്ടിച്ചു നോക്കിയപ്പോ അകത്ത് നല്ല മഞ്ഞ നിറമാണ്. അത് പൊട്ടിച്ച് 2 പൊന്നു പെങ്ങളുടെ, പൊന്നു സഹോദരിയുടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ വിശന്ന് വരച്ച പെണ്ണന്റെ കൂടപ്പിറപ്പിന്റെ വായിലോട്ടൊടിച്ചു കൊടുത്തു. ആത്തിയോട് ഏഴാമ്പല് മഴ കണ്ട സന്തോഷത്തോടെ കുടിച്ചിറക്കുമ്പോ സാലിഹയും ഒരെണ്ണം പൊട്ടിച്ചു കൊടുത്തു. ഒരൽപ്പനേരം കഴിഞ്ഞപ്പോ 7 വയസ്സുകാരിയുടെ വായിലൂടെ നുരയും പറയും പറയാൻ തുടങ്ങി. സഹോദരങ്ങളെ, പെടഞ്ഞ് സുമയ്യ തളർന്ന് താഴെ വീടുമ്പോ സാലിഹയും തളർന്നുപോയി. ആളുകളോട് കൂടി താങ്ങിയുടെ ആംബുലൻസിൽ കയറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തുമ്പോ ആ പാവപ്പെട്ട സുമയ്യ അറിഞ്ഞില്ല, അട്ടിക്കൊടുത്ത സാലിഹ അറിഞ്ഞില്ല. ആ വിശപ്പ് കണ്ടപ്പോൾ തള്ളി താഴെയിട്ട കായ വിശക്കായായിരുന്നുവെന്ന്. വിശപ്പ് വന്നപ്പോൾ തിന്നത് ഒരു വിശക്കായായിരുന്നെന്ന് അവൾ അറിഞ്ഞില്ല. സുമയ്യ എന്ന 7 വയസ്സുകാരി പെണ്ണ് മോർച്ചറിയില് 11 വയസ്സുള്ള സാലിഹ ഇന്നും അതിന്റെ ആഘാതത്തിൽ നിന്ന് മോചനം നേടിയിട്ടില്ല. ഇതാരുടെ കഥയാണെന്നറിയോ? ആളുകൾ, കേരളത്തിന്റെ അക്ഷര നഗരമല്ലേ കോട്ടയം നഗരം? ആ കോട്ടയം നഗരത്തിലാണ് 12 വയസ്സുള്ള ഒരു കുട്ടി. അവന്റെ ഉമ്മ കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ ക്യാൻസർ പിടിച്ചു കിടക്കുന്നു. വാപ്പ ചെറുപ്പം മുതലേ തളർന്നു കിടക്കുന്നു. ഒരു നേരത്തെ ഭക്ഷണം ഉമ്മാക്ക് വാരി കൊടുക്കാറില്ലാതെ രാവിലെ ആ 12 വയസ്സുകാരനായ ബാലന് കോട്ടയം നഗരത്തിൽ ഒരുമിച്ച് കൂടി ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ കൈനീട്ടി. അക്ഷര നഗരമെന്ന കോട്ടയം നഗരത്തിൽ വിദ്യാഭ്യാസ
സംസ്കാരമുള്ള ഒരൊറ്റ മനുഷ്യൻ പോലും അവൻ 1 രൂപയുടെ നാണയത്തൊട്ട് കൊടുത്തില്ല. അവനെ ആട്ടി ഓടിച്ചു അക്ഷരനഗരത്ത്. ആ പാവപ്പെട്ട 12 വയസ്സുകാരന് നടന്ന് വിഷമിച്ചു കഴിയുമ്പോ അവൻ തൊട്ടടുത്ത ഞാവൽ മരത്തിന്റെ മുകളിലോട്ട് കയറി. ആ ഞാവൽ പഴം കടിച്ചിട്ട് വിശപ്പടക്കുമ്പോ റോഡിലൂടെ നടന്നു പോയ ആരോ പറഞ്ഞു, താഴെ ഇറങ്ങി വന്ന നിനക്കൊരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു തരാമെന്ന്. കേട്ട പാടി കേൾക്കാത്ത പാടി വസന്ന് വയറട്ടിയ 12 വയസ്സുകാരൻ ഞാവൽ മരത്തിൽ നിന്ന് താഴോട്ടിറങ്ങി. 1 നേരത്തെ ഭക്ഷണമെന്ന് കേട്ട് തുള്ളിച്ചാടിയപ്പോ അവന്റെ കൈകളറിയാതെ അയഞ്ഞു പോയി. അതേപടി മരത്തിൽ നിന്ന് താഴേക്ക് വീണു. ഇന്നും കോട്ടയം മെഡിക്കൽ കോളേജിലെ 4-ാം വാർഡില് 2 കാല് മുടിഞ്ഞിട്ട് കിടക്കുന്നുണ്ട് 12 വയസ്സുകാരന്. സഹോദരങ്ങളെ, പടച്ചറപ്പിനോട് എന്ത് മറുപടിയാ പറയുക? ഇവിടെ ഒരു അൻസാറുകളുടെ ദൗത്യം നമ്മൾ ഏറ്റെടുക്കണ്ടേ? ആരുമില്ലാത്ത സഹോദരങ്ങൾ, ആരും കണ്ണീരൊപ്പാനില്ലാത്ത സഹോദരങ്ങൾ, അവരാരും ഇല്ലാത്തോർ, ആലംബമില്ലാത്തോർ, അവരുടെ ദുഃഖങ്ങൾ ആരറിയാൻ, അവരർത്ഥാഹീനന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടമാരു കേൾക്കാൻ, സങ്കടം കേൾക്കാൻ ആരുമില്ലാത്തവണ്ട്. സങ്കടം കേട്ടാൻ ഏറ്റെടുത്തവരെ മഹർ 2001 ശ്രമം ഏറ്റവും ഒരു ഉത്തമ ശ്രമമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അൻസാറുകൾ ഏറ്റെടുത്ത് മുഹാജിരീങ്ങള്, അത് അൻസാറിന്റെ ജോലി, അൻസാറുകളുടെ സ്വഭാവമാണ്. സ്വന്തം ഭാര്യമാരെ തലാഖ് ചൊല്ലി മറ്റൊരാൾക്ക് കൊടുത്തു. 2 ഭാര്യമാരുള്ളവരെ തലാഖ് ചൊല്ലിയിട്ട് ഒരു ഭാര്യ